വയനാട് UDFന് നൽകിയത് മിന്നും ജയം. 23-ൽ 17 ഗ്രാമപഞ്ചായത്തുകളും 3-ൽ 2 നഗരസഭകളും 4-ൽ 4 ബ്ലോക്ക് പഞ്ചായത്തുകളും UDF നേടി. 17-ൽ 15 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളും നേടി. ആധികാരിക വിജയമാണ് വയനാട്ടിൽ UDFനുണ്ടായിരിക്കുന്നത്. കൽപ്പറ്റ നഗരസഭ പിടിച്ചെടുത്തത് LDFന് നേട്ടമായപ്പോൾ BJPയും നില മെച്ചപ്പെടുത്തി. അമ്പലവയൽ, പൊഴുതന, വെള്ളമുണ്ട, തൊണ്ടർനാട്, വൈത്തിരി, വെങ്ങപ്പള്ളി പഞ്ചായത്തുകൾ LDFിൽ നിന്നും പിടിച്ചെടുത്തു UDF. നേടിയത് 17 പഞ്ചായത്തുകളുടെ ഭരണം. മീനങ്ങാടിയും മൂപ്പൈനാടും മുട്ടിലും പുൽപ്പള്ളിയും LDF UDFിൽ നിന്നും പിടിച്ചു. UDFിന്റെ കൈവശമുണ്ടായിരുന്ന പൂതാടി നറുക്കെടുപ്പിലൂടെ ഭരണം നിശ്ചയിക്കും. കൽപ്പറ്റ LDF പിടിച്ചപ്പോൾ സുൽത്താൻ ബത്തേരി നഗരസഭ UDF പിടിച്ചെടുത്തു. മാനന്തവാടി നിലനിർത്തി UDF. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും വിജയം UDFന്. ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റുകൾ UDF നേടിയപ്പോൾ LDFന് ആശ്വാസ വിജയം നൽകിയത് മീനങ്ങാടിയും തിരുനെല്ലിയും മാത്രം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത് കോൺഗ്രസ്. ഈ ആധികാരിക വിജയത്തിന്റെ കരുത്തിൽ 3 നിയമസഭാ മണ്ഡലങ്ങളും വിജയിക്കാനാകുമെന്ന പ്രത്യാശ UDFന്. വയനാട് ജില്ലയിൽ UDFന് തിളക്കമാർന്ന വിജയം സമ്മാനിച്ച മുഴുവൻ ജനങ്ങളോടും UDFന് വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്. വയനാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം ഭൂരിപക്ഷത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിനു മുമ്പ് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ കോൺഗ്രസ് വിമതൻ ബിനു ജേക്കബിനോട് തോറ്റത് വലിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ. മുട്ടിൽ പഞ്ചായത്ത് പറളിക്കുന്ന് വാർഡിൽ വിമതനായി മത്സരിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി KP സുഹൈലും വിജയിച്ചു. ദുരന്തബാധിത മേഖലകളിൽ LDFനാണ് വിജയം. ചൂരൽമലയിൽ നിന്ന് KK സഹദ്, അട്ടമലയിൽ നിന്ന് ഷൈജ ബേബി എന്നിവർ ജയിച്ചു. തിരുനെല്ലി ചേലൂർ വാർഡിൽ CPI സ്ഥാനാർത്ഥിക്കെതിരെ CPIM വിമത പുഷ്പ വിജയിച്ചു. നേരത്തെ 13 സീറ്റുകളുണ്ടായിരുന്ന BJP 23 സീറ്റുകൾ നേടിയാണ് മുന്നേറ്റമുണ്ടാക്കിയത്. ഇടതുകോട്ടയായ തിരുനെല്ലിയിൽ 1 വാർഡും കൽപ്പറ്റ നഗരസഭയിൽ 2 സീറ്റും വിജയിച്ചതിൽ ഉൾപ്പെടും. മുള്ളൻകൊല്ലി പഞ്ചായത്ത് 16-ാം വാർഡിൽ ആം ആദ്മി പാർട്ടി സിനി ആന്റണി എന്ന സ്ഥാനാർത്ഥിയിലൂടെ അക്കൗണ്ട് തുറന്നത് മറ്റൊരു ചരിത്രം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.